ആസ് ആൻ ആക്ടർ എപ്പോഴും നമുക്കൊരു ഗ്രോത്ത് വരുന്നത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ടാലൻസും ഇതൊക്കെ നമ്മൾ ഷോക്കേസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇയാൾ ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഇങ്ങനെ ആക്ഷൻ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഹോഴ്സ് റൈഡ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമല്ലോ എന്നൊക്കെയുള്ള ആൾക്കാർക്ക് മനസ്സിലാണ്. അപ്പോൾ ഓരോ സിനിമ ഇറങ്ങി കഴിയുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെ അതുവരെ നമ്മൾ ഞാൻ അതുവരെ ഒരു ഹ്യൂമർ ചെയ്യുന്ന കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്താണോ ഷോക്കേസ് ചെയ്യുന്നത് അതാണ് ഓഡിയൻസ് അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സും ഇത് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതൽ ഹിഡൻ ടാലൻസ് നമുക്കുണ്ടാവും. അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ. കാരണം അത്രയും ക്രൂവും അത്രയും ക്രൗഡും വലിയ സിനിമയാണല്ലോ. അപ്പൊ ഇവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ലൈക്ക് വേലായുധ പണിക്കർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നിൽക്കുമ്പോൾ അത്ര ആളുകൾ നിൽക്കുക, ലൈക്ക് നമ്മൾ ശരിക്കും ഒരു കിങ് നിൽക്കുന്ന പോലെ നിന്നിട്ട് ആണ് പെർഫോം ചെയ്യുന്നത്. ആ ഫീൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതെ, കാരണം ക്യാരക്ടറിലേക്ക് ഇറങ്ങി. അതെ, കാരണം എനിക്ക് ആ ബിൽട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ ഞാൻ അവിടെ പോയി ഒരു വയറും ചാടിയൊക്കെ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യില്ല, കാണുന്ന ആൾക്കാർക്കും അത് ഫീൽ ചെയ്യില്ല. ഇല്ല, അത് നമുക്ക് ഷൂട്ടിന്റെ അവിടെ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടൂല്ലോ. നമ്മൾ ചെയ്യുന്ന സംഭവം വർക്കാണോ അല്ലേ എന്നുള്ള സ്പോട്ടിൽ നമുക്ക് മനസ്സിലാവും.